ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ എന്നേക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യം കൊള്ളാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ദർശിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശങ്ങളാണ്. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു രഥത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ സഭ ഇന്ന് നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്ന് ബൈബിൾ വ്യാഖ്യാനിക്കുന്നു. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം മണ്ണിൽ നിന്ന് രൂപം കൊണ്ടതാണ് ആദം. ആദിപിതാവിന്റെ ശരീരത്തിന്റെ അവയവത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഹൗവ. ആദ്യത്തെ ആദത്തോട് കൽപ്പിക്കുന്നു, നെറ്റിയിലെ വിയർത്തുകൊണ്ട് നിന്റെ കുടുംബത്തെ നീ പോറ്റി. അങ്ങനെ ദൈവം രൂപം കൊടുത്ത ഒരു കുടുംബത്തിന്റെ അകത്ത് ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യം അത് ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നാണ്. ദൈവത്തിന് മാത്രം സൃഷ്ടിക്കുവാൻ അധികാരമുണ്ടായിരുന്ന ആ ദൗത്യം കുടുംബത്തിൻ്റെ പാരമ്പര്യം തുടരുവാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി അങ്ങനെ ദമ്പതികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ജീവൻ കൊടുക്കുകയും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഒരു ഉദരത്തിൽ രൂപം കൊള്ളുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും?
മറുപടിയായി പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അവിടെ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതാണ്. മാനുഷികമായ ജനിത പ്രക്രിയയിലൂടെ ഒരു കുഞ്ഞ് ഉണ്ടാകുവാൻ ദൈവം ഒരുക്കുന്ന ദമ്പതികൾ ആ ഒരു ദൗത്യ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉദരത്തിൽ ജീവന്റെ ആവിർഭാവം ഉടലെടുക്കുന്ന കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നും ബൈബിളും അടിസ്ഥാന ദൈവശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നു. മാർക്കിതാവിന്റെ ക്രിസ്തീയ വേദോപദേശം എന്ന നമസ്കാരപത്ര പുസ്തകത്തിൽ അതിന്റെ ദൈവശാസ്ത്ര വിഭാഗത്തിന്റെ ആദ്യ ഖണ്ഡികയിൽ എന്തിന് ദൈവം നിന്നെ സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം നന്മ ചെയ്തത് ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരുവാനും ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ദൈവം എങ്ങനെ ജീവൻ നിങ്ങളിലൂടെ ദൈവവരപ്രസാദമായി ഈ കുഞ്ഞിന് കൊടുക്കുന്നു എന്ന്, പിന്നീട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏറ്റവും പരിശുദ്ധമായ ദൈവം സൃഷ്ടിച്ച ഒരു ഉദരത്തിൽ നിന്ന് അതേ വിശുദ്ധിയോടുകൂടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാനും വളരുവാനും, അതെവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ, ആത്മീയ പൈതൃകങ്ങളിൽ, സദാചാരപരമായിട്ടുള്ള ജീവിത വീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വളർത്തുവാനുള്ള ചുമതല നിങ്ങൾക്കുണ്ട് എന്ന സഭ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പ്രായം വളരുന്നതനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ആധ്യാത്മിക ചിന്തകളും പ്രാർത്ഥനാ രീതികളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ചുമതലയിൽ നിങ്ങളുടേതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലൂമൻ ജൻസി എന്ന ചാക്രിക ലേഖനത്തിൽ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ശാരീരികമായ ഇച്ഛയിൽ നിന്നല്ലാതെ ദൈവത്തിന്റെ താല്പര്യപ്രകാരം നിങ്ങളിലൂടെ രൂപം കൊള്ളുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രീതികരമായ കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഒരു സമൂഹത്തിന്റെ മൂല്യ താല്പര്യങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ചുമതല മാതാപിതാക്കളെ കത്തോലിക്ക സഭ ഏൽപ്പിച്ചു വരികയാണ്. ആ കുഞ്ഞുങ്ങൾ അങ്ങനെ വളർത്തിയെടുക്കുവാനുള്ള ചുമതല ബോധത്തോടുകൂടി ഈ കുർബാനയിൽ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവരും പുതിയ സമൂഹത്തിന്റെ സൃഷ്ടികളായ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വളരുവാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭ ഇന്ന് നൽകുന്ന കൂദാശയിലൂടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ശാരീരിക, മാനസിക, ഭൗതിക തലങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള നല്ല സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവായ ദൈവമേ, നിന്റെ കൽപ്പന പ്രവർത്തിക്കുന്ന ഞങ്ങളെ കൃപണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സ്വഭാവം ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരുടെ കീഴിൽ ഒരാദീപത്തിൽ ഒന്നു ചേരുന്ന രക്ഷാകരത്തിനും
സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഇവർക്ക് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ഞങ്ങളുമായി ലിഖിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനേക സ്തുതിയും ബഹുമാനങ്ങളും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എല്ലാവർക്കും ചേർന്ന വിശ്വാസ പ്രഘോഷം വേണ്ടിയല്ല. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ പുറപ്പെടുന്ന വിശ്വസിക്കുന്നു. ഏറ്റവും പരിശുദ്ധവും ദൈവികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസാരം നന്നാറും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിജയാനത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെ നാഥനാ ദൈവത്തിന് നമുക്ക് ആരാധന സ്തുതിയും സമർപ്പിക്കാം. സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പ്രവർത്തീകരിക്കപ്പെട്ട് അങ്ങക്ക് സ്തുതിയും ബഹുമാനവും കൃത്യവും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസായുടെ പാമോദം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഈ പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുകയും വിശുദ്ധൈര്യത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്റ്റെഫനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്റ്റെഫനസ് തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സേറ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. സ്റ്റെഫനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്റ്റെഫനി മാമൂസ മുക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സേറ മാമൂസ മുക്കപ്പെടുന്നു.
നമ്മുടെ വിശ്വസിയുടെ വസ്ത്രത്താൽ തന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ തന്നെ സഹായിക്കുകയും ചെയ്യട്ടെ.